ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ. ഫാദർ, ബേബി ചേച്ചിക്ക് ഇപ്പോഴും ചില തോന്നലുകൾ ബാക്കിയുണ്ട്. ഇന്നലെ എന്നോട് സംസാരിച്ചിരുന്നു. എന്തു തോന്നലുകൾ? ഇന്നലെ പള്ളിമേടയിൽ വന്നിരുന്നു. വളരെ നോർമലായി സംസാരിച്ചു. പ്രകാശനെ കാണാൻ ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു. ആ, വന്നിരുന്നു ഫാദർ. അപ്പോഴാണ് എന്നോട് സംസാരിച്ചത്. ചേച്ചിയുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരു തരത്തിലും ചേച്ചിക്ക് യാതൊരു ക്ഷീണവും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടും അടങ്ങുന്നില്ല. മാർഗരറ്റ് ആണെങ്കിൽ സ്ഥലത്തുമില്ല. അതത്ര കാര്യമാക്കണ്ട പ്രകാശ്. നമ്മളതിന് ഗൗരവത്തിൽ ചെവി കൊടുക്കുകയും വേണ്ട. പൊതുവേ അപവാദത്തിനിരയാകുന്നവർക്ക് ലോകം മുഴുവൻ അവരെക്കുറിച്ചാണ് പറയുന്നതെന്ന് തോന്നും. അതൊട്ടും കാര്യമാക്കണ്ട. അല്ല, അങ്ങനെ മതിയോ? അപവാദം ഒരു മനഃശല്യം തന്നെയല്ലേ ഫാദർ? അതത്ര വേഗം അടങ്ങുമോ? അപവാദത്തെക്കുറിച്ച് MP നാരായണപിള്ള ഒരിക്കൽ എഴുതി, ഏത് അപവാദവും മൊത്തം ജനസംഖ്യയിൽ കുറഞ്ഞൊരു ശതമാനം ആളുകൾക്കിടയിലാണ് പ്രചരിക്കുന്നത്. ബാക്കി മനുഷ്യർക്ക് നമ്മളൊരു പ്രശ്നമേ അല്ല എന്ന്. പക്ഷേ ഫാദർ, ഏറ്റവും അടുത്ത സർക്കിളുകളിലാണ് അപവാദം പരക്കുന്നത്. അതാണ് പ്രശ്നം. നമ്മൾ ഇൻവോൾവ് അല്ലാത്ത കാര്യങ്ങളിലാണ് മനുഷ്യർ അപവാദം പറയുന്നതെങ്കിൽ അതിനെ ചങ്കൂറ്റത്തോടെ അവഗണിച്ചാൽ മതി, താനെ അടങ്ങിക്കൊള്ളും. നമ്മൾക്കതിൽ പങ്കുണ്ടെങ്കിൽ അതൊരു തിരുത്തലിനുള്ള സന്ദർഭമായി കരുതുക. അനുഭവിക്കുന്നവർക്ക് ഇതെല്ലാം വലിയ പ്രശ്നങ്ങളാണ് ഫാദർ. ചേച്ചി വിശ്വസിക്കുന്നത് കുട്ടപ്പായി കഥകൾ പ്രചരിപ്പിച്ചു എന്നാണ്. അതിൽ വാസ്തവമുണ്ടോ? ഫാദറിനറിയില്ലേ, അവൻ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും, വരും വരായിക ആലോചിക്കില്ല. അവൻ പറഞ്ഞു നടന്നു കാണും. അവനൊരു വാർത്താ ഏജൻസിയല്ലേ. നമുക്കതൊരു തമാശയാണെങ്കിലും പൊതുവെ നല്ലതല്ല. പ്രകാശ് കുട്ടപ്പായിയോട് കുറച്ച് ഗൗരവമായി സംസാരിക്കണം. ഈ പറഞ്ഞു നടക്കൽ നല്ല ശീലമല്ല എന്നുപദേശിക്കണം. അതൊഴിവാക്കിയാൽ കുട്ടപ്പായി നല്ല മിടുക്കനായ ആളല്ലേ. അച്ഛനും അമ്മയും ചേച്ചിമാരും ഒക്കെ എപ്പോഴും പറയാറുള്ളതാണ്. അന്നപൂർണ ചേച്ചി നല്ല തല്ലും കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ പറയാം. അനാമിക വന്നിട്ടുണ്ടല്ലോ. അനാമിക ബേബിയെ കാണട്ടെ. അതിനു മുമ്പ് ഗംഗാധരനുമായി സംസാരിക്കട്ടെ. ഒക്കെ നേരെയാകും. ഞാൻ എത്ര വട്ടം നിന്നോട് പറഞ്ഞു വേണ്ടാത്ത കാര്യത്തിൽ തലയിടരുതെന്ന്. എടാ കുട്ടപ്പായി, നിനക്ക് ചെവി കേൾക്കില്ലേ? ഓ അയ്യോ, എന്തിനാ ചേച്ചി ഇങ്ങനെ അടിക്കുന്നത്? എൻ്റെ മുതുക് വേദനിക്കുന്നു. ഞാനിവിടെ തൊട്ടടുത്ത് നിന്ന് നിന്നോട് സംസാരിച്ചിട്ട് അവൻ കേൾക്കാത്ത പോലെ ഇരിക്കുന്നു. അപ്പ ചിലപ്പോൾ അടിയൊക്കെ കിട്ടും. ചേച്ചിക്ക് കണ്ടൂടെ, ഞാനൊരു ജോലി ചെയ്യുമല്ലേ. പിന്നെ മല മറിക്കുമല്ലേ. പണ്ടേ നിന്റെ പരിപാടിയാണ് എന്തെങ്കിലും സീരിയസ് ആയി പറയാൻ വരുമ്പോൾ പുസ്തകം അടുക്കൽ, ഒരു ചെറിയ നമ്പർ. എനിക്ക് ടെൻഷൻ വരുമ്പോൾ ഞാൻ ഈ പുസ്തകങ്ങൾക്കടുത്ത് വരും. അതൊക്കെ അടുക്കിയും മാറ്റിയും നിൽക്കും. അപ്പോൾ എനിക്ക് പണിക്കരി സാറിൻ്റെ അടുത്ത് നിൽക്കുന്നത് പോലെ തോന്നും. അതൊരു ബലമാണ്. അത് നീ പറയുന്ന ശരിയാ. ഈ ചാരുകസേരയും എഴുത്തുപലകയും പേനകളും മുറുക്കാഞ്ചലും ഒക്കെ കാണുമ്പോൾ അച്ഛൻ ഇവിടെ ഇരിക്കുന്നതായിട്ട് തോന്നും. മറ്റെന്ത് ചെയ്തില്ലെങ്കിലും ഞാൻ എന്നും ഇതൊക്കെ തുടച്ചു വയ്ക്കും. അതുപോലെ അമ്മയുടെ മുറിയും. അവരിവിടെ നിന്ന് പോവരുതായിരുന്നു. ഗംഗാരേട്ടൻ വരുന്നുണ്ട്, ബേബി ചേച്ചിയും ഉണ്ട് കൂടെ. എൻ്റെ ചേച്ചി, അവർക്കിപ്പോഴും എന്നെ സംശയമാണ്. ഞാനൊന്ന് മാറി നിൽക്കാം. എന്നാ വേഗം മാറിക്കോ. ഗംഗാരേട്ടാ, ബേബി ചേച്ചി വാ, കയറി ഇരിക്ക്. അനു കണ്ടിട്ട് എത്ര നാളായി? ഇവിടെ എന്തൊക്കെ നടന്നു. അനു പോയത് പിന്നെ കൂടുതൽ കുഴപ്പമായി. ഒരു ഡോക്ടർ മാർഗരറ്റ് വന്നാണ് എന്നെ രക്ഷിച്ചത്. അനുക്കുഞ്ഞു പോയതിൽ പിന്നെ എനിക്ക് നല്ല ടെൻഷനായി. പ്രകാശ് കുറച്ച് ഗൗരവക്കാരനാണല്ലോ. അനുവിനോടാകുമ്പോൾ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ എന്തായാലും എല്ലാം കലങ്ങിത്തെളിഞ്ഞല്ലോ. എന്ന് പറയാറായിട്ടില്ല. എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ വിശ്വാസ്യത ആര് മടക്കിത്തരും? ഇതൊക്കെ എന്ത് തോന്നലാ ബേബി? നീ ഇപ്പോഴും പഞ്ചായത്ത് മെമ്പറും സ്കൂളിലെ ടീച്ചറുമാണ്. ഒരാളും നിന്നെ കുറ്റം പറയില്ല. നീ സ്വയം സൃഷ്ടിച്ച കാര്യങ്ങളാ എല്ലാം. ഗംഗാരേട്ടാ, ദേഷ്യപ്പെടല്ലേ. ബേബി ചേച്ചി, ആ
ഒരാളും ചേച്ചി ഇതിലൊരു കക്ഷിയായി കാണുന്നില്ല. നാട്ടിലിറങ്ങി നോക്ക്, സംശയം മാറും. എനിക്കറിയത്തില്ല അനു. എൻ്റെ തോന്നൽ എല്ലാവരും എന്നെക്കുറിച്ച് പറയുന്നു എന്നാ. ഡോക്ടർ മാർഗരറ്റ് എന്നെ ശരിക്കും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതാണ്. എന്നിട്ടും ഗംഗാരേട്ടനാണെങ്കിൽ എപ്പോഴും ദേഷ്യവും. എങ്ങനെ ദേഷ്യം വരാതിരിക്കും? എന്ന് തുടങ്ങിയതാ എൻ്റെ ഈ അലച്ചിൽ. ഓ, എന്തൊരു ജീവിതം! ഗംഗാരേട്ടാ, എല്ലാം നേരെയാവും. ചേച്ചി, ആ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഉം. തിരുക്കുറളിൽ പറയുന്നുണ്ട്, സ്വന്തം തെറ്റ് കണ്ടെത്തി തിരുത്തി ജീവിക്കുന്ന നല്ല മനുഷ്യർക്ക് ഒരു സങ്കടവും വരില്ല എന്ന്. ഓ, തിരുക്കുറൽ കൗണ്ടർ പഠിപ്പിച്ചതായിരിക്കും. തമിഴ് ട്യൂഷനൊക്കെ തുടങ്ങിയല്ലേ? ഇപ്പം ശരിയായി. നീ നോർമലായി. നീ അസൽ സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നു. ആ അനു, ഞങ്ങൾ ഇറങ്ങുന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ. രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ PA ബിജു, സന്തോഷ് തിരുമല, സന്ദീപ് സുരേഷ്, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.